Okay, welcome to LZ encoding. ഓക്കെ, LZ എൻകോഡിങ്ങിൽ നമുക്ക് ആദ്യം ഒരു സ്ട്രിങ് തരും. ഓക്കെ, സ്ട്രിങ് വന്നിട്ട് ഇതാണ് സ്ട്രിങ് എഴുതുന്നത്. എന്നിട്ട് നമുക്കൊരു ഇനിഷ്യൽ ഡിക്ഷണറി വരും. ഈ ഇനിഷ്യൽ ഡിക്ഷണറി നമ്മുടെ ആൻസറിൽ ഫസ്റ്റ് ആദ്യം അതുപോലെ എഴുതുക. ഓക്കെ, നമുക്ക് ആൻസർ വരേണ്ടത് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എൻകോഡഡ് ഔട്ട്പുട്ട് ഇൻഡെക്സ് എൻട്രി ഇങ്ങനെയാണ് ആൻസർ വരും. ഓക്കെ, ഇത് വേണമെങ്കിൽ റൈറ്റിൽ എഴുതാം, എന്തായാലും വേണമെങ്കിൽ റൈറ്റിൽ എഴുതാം, എളുപ്പമാവും. ഇൻഡെക്സ് എന്താണ് ഇൻഡെക്സ് എൻട്രി ഔട്ട്പുട്ട്. ഓക്കെ, 1 2 3 4 5. ആദ്യത്തെ ഇനിഷ്യൽ ഡിക്ഷണറി നമുക്ക് ക്വസ്റ്റ്യൻ തരും, അതുപോലെ എഴുതുക. A B R Y V ബ്ലാങ്ക്. ഓക്കെ, ബാക്കിയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. $15, $16, $17, $18, $19 വരെ കാണാമല്ലേ വീഡിയോയിൽ? ആക്ച്വലി കാണാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാൻ വയ്യല്ലേ? ഓക്കെ, 17 വരെ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണിക്കത്തില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് ഔട്ട്പുട്ട് ഇവിടെ ഒന്നുമില്ല, ഇനിഷ്യൽ ഡിക്ഷണറിയാണ്. ഇവിടെ തൊട്ടാണ് ഔട്ട്പുട്ട് വരും. അപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രിങ് എന്താ? ഇതാണ് A B ബ്ലാങ്ക് B A R. ഓക്കെ, അപ്പോൾ ആദ്യം A എടുക്കുക. A എടുത്തിട്ട് നമ്മൾ നോക്കുക എൻകോഡർ ഔട്ട്പുട്ട്. ഇവിടെ ഔട്ട്പുട്ടിൽ നമ്മുടെ എൻട്രി A ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് A നോക്കുമ്പോൾ A ഡിക്ഷണറിയിലുണ്ട്. അപ്പോൾ A 1 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ A എഴുതുക, എന്നിട്ട് ഔട്ട്പുട്ട് 1 എഴുതുക. എന്ന് പറഞ്ഞാൽ നമ്മൾ A 1 വഴി സിഗ്നിഫൈ ചെയ്തു. ഈ LZWയിൽ നമ്മൾ എപ്പോഴും ഈ എൻട്രിയുടെ ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന ആ ഒരൊറ്റ ക്യാരക്ടർ നമ്മൾ എൻകോഡ് ചെയ്യൂല. ഈ ഔട്ട്പുട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് അവിടെ വെച്ചേക്കുവാണ്. അത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എൻകോഡ് ചെയ്യത്തുള്ളൂ. ഇത് ചുമ്മാ എഴുതുന്നതാണ്. ചുമ്മാ അല്ല, എഴുതണം. അപ്പോൾ ഇവിടുത്തെ മൈൻഡ് ചെയ്യേണ്ട തൽക്കാലം. അപ്പം നമ്മൾ A എഴുതി ഇവിടെ ഡാഷ് ഇട്ടിട്ട്, ഡാഷല്ല, എൻകോഡിങ്ങിൽ ഡാഷല്ല, ഡീകോഡിങ്ങിൽ ഡാഷ് ഇട്ടാൽ മതി. എൻകോഡിങ് നമ്മൾ ചുമ്മാ എഴുതുവാണ്. ഈ B ബ്ലാങ്ക് ചുമ്മാ എഴുതുവാണ്. ഈ ഔട്ട്പുട്ടിൽ B ബ്ലാങ്ക്, ഇപ്പോൾ B ബ്ലാങ്ക് എന്തുവാ 5 ആണ്. 5 നമ്മൾ ഇവിടെ 5 ഒന്നും എഴുതുന്നില്ല. അടുത്ത സ്റ്റെപ്പിലാണ് ഈ B ബ്ലാങ്ക്, ഈ ഡാഷ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ B ബ്ലാങ്ക് അതുപോലെ എഴുതുക. ഓക്കെ, ഇതിലൊരു വ്യത്യാസമില്ല. ഈ ലാസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ഓൾവേസ്. B ബ്ലാങ്ക് എഴുതി അടുത്ത ക്യാരക്ടർ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ B ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ എൻകോഡ് ചെയ്യേണ്ട, ഈ ബാക്കിയെല്ലാം എൻകോഡ് ചെയ്യണം. ബാക്കി എൻകോഡ് ചെയ്യുമ്പോൾ B ബ്ലാങ്ക് എത്ര നമ്പർ 5. ഇവനെ അതുപോലെ എഴുതുക. എന്നിട്ട് ഇനി B എഴുതി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അടുത്ത ക്യാരക്ടർ A ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പം നമ്മുടെ എൻട്രിയിൽ B നമുക്ക് A ഒന്നും ചെയ്യണ്ട, B എൻകോഡ് ചെയ്യണം. B എൻകോഡ് ചെയ്യണം. എന്താ ആൻസർ? 2 വരും ആൻസർ, അല്ലേ? 2 വരും. ഇനി B A ഡിക്ഷണറിയിൽ നമ്മൾ B A 2 ക്യാരക്ടർ എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ B എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിക്ഷണറിയിലുണ്ട്. A എടുത്തു കഴിഞ്ഞിട്ട് B A ഡിക്ഷണറിയിൽ ഇല്ല. അതുകൊണ്ടാണ് അവിടെ നിർത്തുന്നത്. ഇനി B A ഡിക്ഷണറി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടറും കൂടി എടുക്കും, എന്ന് പറഞ്ഞാൽ A 6 കൂടി എടുക്കും. ഓക്കെ, ഇനി അടുത്ത ഇത് അതുപോലെ എഴുതുക. ഇനി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ A കഴിഞ്ഞ് എന്തോ കിടക്കുന്നത്? 6 എഴുതുക. എന്നിട്ട് ഈ പറയുന്ന R അതുപോലെ എഴുതുക. R അതുപോലെ എഴുതിയിട്ട് R അതുപോലെ എഴുതുക. Aൻ്റെ നമ്പർ എന്തായിരുന്നു? 1 എഴുതിയിട്ട് വരുന്നത് R എഴുതിയിട്ട് ഫസ്റ്റ് എന്താ കിടക്കുന്നത്? ഇവിടെ ആയിരുന്നു. ആറിൻ്റെ കഴിഞ്ഞ് AR കഴിഞ്ഞിട്ട് B ബ്ലാങ്ക് ആണ്. B ബ്ലാങ്ക് കഴിഞ്ഞ്, അപ്പോൾ B ബ്ലാങ്ക് ഒന്നും ചെയ്യണ്ട. 6 ക്വസ്റ്റ്യനും ഉണ്ട്, ഡിക്ഷണറിയിലുണ്ട്. B ബ്ലാങ്ക് ഡിക്ഷണറിയിലില്ല. അപ്പോൾ നമ്മൾ 6 മാത്രം എൻകോഡ് ചെയ്താൽ മതി. 6ൻ്റെ ആൻസർ 3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യന് നോക്കുമ്പോൾ A B A R B ബ്ലാങ്ക് വരെ ചെയ്തു. ഇത് അതുപോലെ എഴുതുക, ഒരു വ്യത്യാസമില്ല. എന്നിട്ട് അടുത്ത B ബ്ലാങ്ക് A എഴുതി. ക്വസ്റ്റ്യൻ നോക്കി എഴുതുവാണ്. B ബ്ലാങ്ക് A എഴുതി.
ബി ബ്ലാങ്ക് എ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഡിക്ഷണറിയിലുണ്ടോ? ഇല്ല, ഡിക്ഷണറിയിലില്ല. അപ്പോൾ അത് എഴുതാം. ഇനി അടുത്ത ക്യാരക്ടർ എടുക്കണ്ട. അപ്പോൾ ബി ബ്ലാങ്ക് എ ഇതൊന്നും ചെയ്യണ്ട. ബി ബ്ലാങ്കിൻ്റെ നമ്പർ എന്തുവാ? 5. അത് കഴിഞ്ഞ് 12. അടുത്ത എ അതുപോലെ എഴുതുക. അടുത്ത ക്യാരക്ടർ ആറാണ്. എ ആർ ഉണ്ടോ ഡിക്ഷണറിയിൽ? എ ആർ ഡിക്ഷണറിയിലുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി കാത്തിരിക്കും. എ ആർ ഡിക്ഷണറിയിലുണ്ട്. എ ആർ ഡിക്ഷണറിയിലുണ്ടെങ്കിൽ നമ്മൾ എ ആർ 2 തൊട്ട് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം എഴുതുക, എ ആറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഒന്നും ചെയ്യണ്ട. എ ആറിൻ്റെ നമ്പർ എന്തുവാ? 9 എഴുതുക. ഓക്കെ, 9 എഴുതിയിട്ട് ഇത് അതുപോലെ എഴുതുക. 6 നമ്മളെവിടെ വരെ എത്തി? എ ആർ ആർ. ഈ 6 വരെയാണ് എത്തിയത്. ഇനി അടുത്ത എ ആണ്. 6 ഉണ്ടോ ക്വസ്റ്റ്യൻ ഡിക്ഷണറിയിൽ? 6 ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യണ്ട. 6ന് നമ്പർ എഴുതുക. 6 നമ്പർ 3. ഇനി എ അതുപോലെ എഴുതുക. എ കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? വൈ. എ വൈ ഡിക്ഷണറിയിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നും ചെയ്യണ്ട. എന്ന നമ്പർ എഴുതുക 1. വൈ അതുപോലെ എഴുതുക. വൈ കഴിഞ്ഞിട്ട് വൈ ബി ബ്ലാങ്ക്. വൈ ബി ബ്ലാങ്ക് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വൈൻ്റെ നമ്പർ എഴുതുക 4 എഴുതിയിട്ട് ബി ബ്ലാങ്ക് അതുപോലെ എഴുതുക. അടുത്ത ക്യാരക്ടർ ബി. ബി ബ്ലാങ്ക് ബി ഉണ്ടോ ക്വസ്റ്റ്യൻ? ബി ബ്ലാങ്ക് ബി ഉണ്ട്. ബി ബ്ലാങ്ക് ബി ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അടുത്ത എടുക്കുക. ബി ബ്ലാങ്ക് ബി കഴിഞ്ഞിട്ട് വൈ ആണ്. അപ്പോൾ ബി ബ്ലാങ്ക് ബീൻ്റെ നമ്പർ എത്രയാണ്? 7. 7 എഴുതുക. വൈ അതുപോലെ എഴുതുക. ഈ ഡാഷ് ഇടുന്നതിൻ്റെ പ്രത്യേകത ഉണ്ട്. അത് ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വൈ അതുപോലെ എഴുതുക. വൈ എഴുതിയിട്ട് അടുത്ത ക്യാരക്ടർ എന്താ ക്വസ്റ്റ്യന്? ബി ബ്ലാങ്ക്. വൈ ബി ബ്ലാങ്ക് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, വൈ ബി. അപ്പോൾ ഒരു ക്യാരക്ടറും കൂടി എടുക്കുക. ഇനി ഇതും ഉണ്ടെങ്കിൽ ഒരു ക്യാരക്ടറും കൂടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നമ്പർ എഴുതുക. അത്രയേ ഉള്ളൂ. വൈ ബി ബ്ലാങ്ക് ബി. അപ്പോൾ നമ്മൾ വൈ ബി ബ്ലാങ്ക് ബി. വൈ ബി ബ്ലാങ്ക് ഉണ്ട്. ഇതാണ് ഡാഷ്. വൈ ബി ബ്ലാങ്ക് ഉണ്ട് അവിടെ? ഉണ്ട്. വൈ ബി ബ്ലാങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് 15 ആണ്. 15 എഴുതുക. എന്നിട്ട് ബി അതുപോലെ എഴുതുക. ബി അതുപോലെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എ ആറാണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ആർ. ബി കഴിഞ്ഞ് എ ആണ്. ബി എ ക്വസ്റ്റ്യനെ ഉണ്ട്, ഡിക്ഷണറിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറും കൂടി എടുക്കുക. ബി എ ആർ. ബാറായി. ബാർ എന്തായാലും ഇല്ല. ബാറില്ലാത്ത സ്ഥിതിക്ക് ബാ എടുക്കുക. ബാറിൻ്റെ നമ്പർ 11. 6 അതുപോലെ എഴുതുക. 6 അതുപോലെ എഴുതിയിട്ട് എ ബി എ ആർ ആർ. എ ആർ എ. റാ ഉണ്ടോ? 6 ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറും കൂടി എടുക്കുക. 6 റാൻ്റെ നമ്പർ 13 എടുത്തിട്ട് വൈ അതുപോലെ എഴുതുക. വൈ എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെ എഴുതി അങ്ങ് പോവുക. അത്രയേ ഉള്ളൂ.